ഹലോ, എല്ലാവർക്കും മയോക്കറുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു വീഡിയോയിൽ എന്നെ നേരിട്ട് കാണുന്നുണ്ടാവുക. നമ്മുടെ ചാനലിൽ ഒരു 12 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു വീഡിയോ പോലും ഞാൻ നേരിട്ട് വന്നിട്ടില്ല. ഈ ഒരു വീഡിയോ എന്താ പറയുക, നേരിട്ട് വന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ വേറൊരു റീസൺ കൂടി ഉണ്ട്. എനിക്ക് യൂട്യൂബിൽ ഒരുപാട് സജഷൻസ് ആയിട്ട് വരുന്നു. പുഴമണൽ കൊണ്ട് അക്വേറിയം എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ സക്സസീവായിട്ട് സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരുപാട് സജഷൻസ് യൂട്യൂബ് തന്നെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കൂടി ഞാൻ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് റിലേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ നേരത്തെ തമ്മിൽ കണ്ട പോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് മെയിനായിട്ട്. അതായത് അക്വാസോയിൽ വേഴ്സസ് എന്താ പറയുക സാധാ സാൻഡ്, അത് എങ്ങനെ ഒരു അക്വേറിയത്തിൽ യൂസ്ഫുൾ ആകും, അതിൻ്റെ ബെനിഫിറ്റുകൾ എന്താണ്, ഡിസഡ്വാൻറ്റേജുകൾ എന്താണ്, ഇതിനെക്കുറിച്ചാണ് മെയിനായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരിട്ട് സമയം കളയുന്നില്ല, നേരിട്ട് വീഡിയോയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ സാൻഡ് ഉപയോഗിച്ച് അക്വേറിയം ചെയ്യണവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് എത്ര നാളത് റണ്ണ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് അറിയില്ല, അത് സാൻഡ് വെച്ച്. കാരണം തിയററ്റിക്കലായിട്ട് നോക്കുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരു സംഭവമാണ് ഈ സാൻഡ്. നമുക്ക് ജസ്റ്റ് ഒരു 1 വീക്കോ 2 വീക്കോ മാത്രമാണ് ഒരു അക്വേറിയം സെറ്റ് ചെയ്യണമെങ്കിൽ സാൻഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പ്രശ്നങ്ങളില്ല. പക്ഷെ നമുക്കൊരു ലോങ് ടൈമിൽ റണ്ണ്, അതായത് ഒരു കുറച്ച് നാളത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു അക്വേറിയം കുഴപ്പമില്ലാണ്ട് കൊണ്ട് നടക്കണം എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മളൊരു അക്വേറിയം സെറ്റ് ചെയ്യണമെങ്കിൽ സാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ബെനിഫിറ്റുകളുണ്ട് സാൻഡ് ഉപയോഗിക്കുമ്പോൾ. ഒന്നാമത്തെ കാര്യം, നമുക്ക് വളരെ ചീപ്പാണ്, നമുക്കത് എവിടെ നിന്നും ആക്സസ് ചെയ്യാവുന്നൊരു സംഭവമാണ്. പിന്നെ ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടായിരിക്കും സാൻഡ് ഉപയോഗിക്കുമ്പോൾ. പിന്നെ കിഡ്സിനൊക്കെ നമ്മൾ വളർത്തുകയാണെങ്കിൽ അവർക്ക് ഈ സാൻഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ബ്രീഡിങ്ങിനും അതുപോലെ തന്നെ അവരുടെ ഹെൽത്തിനൊക്കെയും സാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 2-3 കാര്യങ്ങൾ മാത്രമാണ് എനിക്കൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് നോക്കാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങളാണ് സാൻഡ് വെച്ച് ചെയ്യുമ്പോൾ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സാൻഡ് നിങ്ങൾക്കറിയാം വളരെ നൈസ് തരിയാണ്. അപ്പം നമ്മളിത് അക്വേറിയത്തിൻ്റെ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കനത്തിൽ ഇടുമ്പോൾ നമ്മൾ ഗ്യാസ് എക്സ്ചേഞ്ച് വളരെ കുറവായിരിക്കും. അതായത് മറ്റേ എയർ സർക്കുലേഷൻ, നമ്മൾ വെള്ളത്തിനടിയിലാണെങ്കിലും ഈ എയർ സർക്കുലേഷൻ, ഓക്സിജൻ കാർബൺ ഡയോക്സൈഡും തമ്മിലുള്ള എക്സ്ചേഞ്ചും അതുപോലെ വാട്ടർ സർക്കുലേഷനും വളരെ കുറവായിരിക്കും. കാരണം അത്രയും തിക്ക് പാക്കായിട്ടായിരിക്കും ആ ഒരു മണലിൻ്റെ തരികൾ അങ്ങനെ കിടക്കുന്നുണ്ടാവുക. ഒരു ഓൾമോസ്റ്റ് ഒരു ലോക്കായ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ട പോലെ ആയിരിക്കും അതിനകത്ത് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അടിയിലേക്ക് ഓക്സിജൻ സപ്ലൈ വളരെ കുറവായിരിക്കും. അപ്പോൾ ഓക്സിജൻ സപ്ലൈ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അനറോബിക് ബാക്ടീരിയാസ്, അതായത് ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബാക്ടീരിയാസിൻ്റെ പ്രവർത്തനം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അമോണിയ കണ്ടന്റ് വളരെയധികം കൂടാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അവിടെ ഹൈഡ്രജൻ സൾഫൈഡ് വളരെ കൂടുതലാവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ അമോണിയനെ കൺവേർട്ട് ചെയ്യുന്ന, അതായത് നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ബാക്ടീരിയാസൊക്കെയും എയറോബിക് കണ്ടീഷനിലാണ് വളരുന്നത്. അതായത് ഓക്സിജൻ സപ്ലൈ ഉള്ള സ്ഥലത്താണ് ആ ഒരു ബാക്ടീരിയാസ് വളരാൻ. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ മണലിൻ്റെ മുകളിൽ വളരുന്നുണ്ടായിരിക്കാം, പക്ഷെ മണലിൻ്റെ അടിയിൽ ഇവറ്റങ്ങൾ വളരില്ല. അപ്പോൾ ഈ അമോണിയ അവിടെ ഇങ്ങനെ ഒരു ഗ്യാസ് പോക്കറ്റ് പോലെ അവിടെ നിൽക്കും. അപ്പോൾ ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഒരു ഗ്യാസ് പോക്കറ്റ് വരെ അതുപോലെ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്കും തലയ്ക്ക് സൈഡിൽ കൂടെ ലീക്കായി ചിലപ്പോൾ പുറത്തേക്ക് വരും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ബൈ ചാൻസ് നമ്മൾ കൈ കൊണ്ട് എങ്ങാനും അക്വേറിയം ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് സർഫേസൊക്കെ ഒന്ന് ഇളക്കിയിട്ടാണ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ പോക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ആവും. ഇതൊക്കെ വെള്ളത്തിൽ ഈ അമോണിയവും അതുപോലെ നൈട്രജൻ സൾഫൈഡും മിക്സ് ആവും. അപ്പോൾ അമോണിയ ഷോക്ക് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്, അമോണിയ പോയിസൺ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. മീനുകൾക്ക് അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും, ഈ മണലുകൊണ്ട് ചെയ്ത അക്വേറിയം ഒരു 3 വീക്സ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ആ വെള്ളത്തിൻ്റെ മുകളിൽ ജസ്റ്റ് സ്മെല്ല് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഫൗൾ സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. മെയിൻ ഇതാണ്, ഈ ഒരു ഗ്യാസ് പോക്കറ്റ്സ് അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. ഇത് നൈട്രജൻ സൾഫൈഡും അതുപോലെ തന്നെ അമോണിയയിലേക്ക് ഒരു ഗ്യാസ് പോക്കറ്റ്സ് അത് സ്ലോലി ചിലപ്പോൾ റിലീസ് ആവുന്നുണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും മുകളിൽ ഒരു പ്രത്യേക സ്മെല്ല് വരുന്നത്. പക്ഷെ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം എന്ത് മീനിട്ടാലും അതൊരു 4-5 ദിവസം എനിക്ക് ചത്തു പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മളപ്പോൾ വിചാരിക്കുക മേടിച്ച് കൊണ്ടിട്ട മീന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ആക്ച്വൽ പ്രോബ്ലം കിടക്കുന്നത് ഇവിടെയായിരിക്കും.
അതൊരു പ്രശ്നമാണ് മണൽ ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു ആൽഗെ ബൂം ഉണ്ടാവാൻ മണൽ ഉപയോഗിക്കുമ്പോൾ ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണൽ എന്ന് പറയുന്നത് മെയിൻ സിലിക്കേറ്റ് ആണ്. സിലിക്കേറ്റ് എന്ന് പറയുന്നത് ഈ ആൽഗനെ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് സിലിക്കേറ്റ്സ്. നമ്മളൊരു സ്റ്റോൺ വരെ നമ്മൾ അക്വറിയത്തിൽ യൂസ് ചെയ്യുമ്പോൾ ആ സിലിക്കേറ്റ് കണ്ടന്റ് കൂടുതലുള്ള സ്റ്റോൺ ആണെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആൽഗ കണ്ടമാനം ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാം, നിങ്ങൾ ഈ അക്വേറിയത്തിന്റെ ഗ്ലാസ് ഒട്ടിക്കുന്ന സിലിക്കോൺ ഗ്ലൂ സിലിക്കേറ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. ഒരു നമ്മളത് അതുകൊണ്ട് അക്വേറിയം അതുകൊണ്ട് ചെയ്ത അക്വേറിയം ഓൾമോസ്റ്റ് എല്ലാ അക്വേറിയം അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലാണ്ട് ചെയ്യുന്ന അക്വേറിയംസ് ഉണ്ടെന്ന് തോന്നുന്നു. സിലിക്കേറ്റ് ഗ്ലൂ വെച്ച് അല്ലാണ്ട് ചെയ്യുന്ന അക്വേറിയംസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒരു മാസം 2 മാസമൊക്കെ ആകുമ്പോൾ ആ ഒരു സിലിക്കേറ്റിന്റെ ആ ഒരു സിലിക്കോൺ ഗ്ലൂ വെച്ചിരുന്ന ആ ഭാഗത്ത് മാത്രമായിട്ട് നിങ്ങൾ എവിടെയൊക്കെ ക്ലീൻ ചെയ്താലും ആ ഗ്ലൂ വെച്ച് കൊടുത്ത് മാത്രമായിട്ട് ആൽഗ വന്നിട്ടുണ്ടാവും. അത് മെയിൻ പ്രശ്നം. ഈ ഗ്ലൂവിൽ സിലിക്കേറ്റ് ഉണ്ട്, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പൊ അതാണ് ഒരു കൺസേൺ വരുന്ന രണ്ടാമത്തെ കാര്യം. അതേ പ്ലസ് നമ്മൾ സിലിക്കോൺ ഗ്ലൂ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ ഒപ്പം ഈ പറയുന്ന മണലും കൂടി അതും സിലിക്കേറ്റാണ്. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ആൽഗ ഉണ്ടാവാനുള്ള പ്രശ്നം വളരെയധികം കൂടുതലാണ്. കുറച്ച് ബ്രൈറ്റ്നസ് ഉള്ള ലൈറ്റ് കൂടി വെച്ച് കഴിഞ്ഞു, പിന്നെ ആ മൊത്തം ആൽഗയായിരിക്കും. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഈ സാൻഡ് ഉപയോഗിക്കുമ്പോഴത്തെ ഒരു പ്രശ്നം, ലൈറ്റിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ സാധാ ഒരു മൊബൈലിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു വലിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുമില്ല. നമ്മളെ ചെറിയൊരു വീടാണ്, 1 BHK വീട്ടിലാണ് നമ്മളിവിടെ ബാംഗ്ലൂർ താമസിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അതിൽ നോക്കിയിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ ഗ്ലാസ് സ്ക്രാച്ചസ് ആവാൻ ചാൻസ് കൂടുതലാണ്. എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള അനുഭവമുള്ള കാര്യമാണ്. ആ ഇട്ടിരിക്കുന്ന 2-3 ഇഞ്ച് കനത്തിൽ നമ്മൾ അക്വേറിയം നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്യുമല്ലോ. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ മണൽ ഈ സൈഡിൽ ഗ്ലാസ്സിൽ മൊത്തം വരെയും ഒരു 10 വട്ടം ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഏകദേശം ആ സ്ക്രാച്ചസ് മൊത്തം എല്ലായിടത്തും ആയിട്ടുണ്ടാവും. ആ ഒരു 2 ഇഞ്ച് കനത്തിൽ മൊത്തം സ്ക്രാച്ചസ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു 5-6 മാസം കഴിയുമ്പോൾ ഈ മണലും ഈ ഗ്ലാസും കൂടി ടച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഒരു ബ്ലാക്ക് കളർ ഒരു പാനൽ ഒരു ഷീറ്റ് പോലെ ബ്ലാക്ക് ഷീറ്റ് പോലെ ടോട്ടൽ കവറേജ് ആയിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് അത് എവിടെ വരെയാണ് മണൽ സ്ഥിരമായിട്ട് ഇടുന്ന ആ ഒരു പോർഷൻ ഗ്ലാസ്സിൽ മൊത്തം ബ്ലാക്ക് കളറാണ്. എന്തൊക്കെ ചെയ്താലും അത് പോവില്ല. അതൊരു 5-6 മാസം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ കേട്ടോ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ 5-6 മാസം കഴിഞ്ഞിട്ട് മണൽ മാറ്റി കഴിഞ്ഞിട്ട് ഇപ്പോൾ അക്വേറിയത്തിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഈ പറയുന്ന അക്വേറിയം ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന നല്ല കളറുള്ള പെബിൾസ് ഇട്ടാൽ പോലും നമുക്ക് കറക്റ്റ് ആ ഒരു ഭംഗി എടുത്ത് കാണിക്കില്ല. കാരണം മൊത്തം ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡായി പോയി മൊത്തം. അപ്പോൾ പിന്നെ നമുക്കത് ആ ഒരു ഭംഗി കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ എന്ന് പറയുന്നത് എന്താ പറയാ, പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മണല് എന്ന് പറയുന്ന സംഭവം അക്വാ സോയിലോ അല്ലെങ്കിൽ ഈ ടാങ്ക് പോലത്തെ ഡെർട്ട് വെച്ചിട്ടുള്ള അക്വേറിയം പോലെയല്ല. മണലിന് ഒന്നിനും ഒരു ഫെർട്ടിലൈസറും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ അക്വേറിയം സോയിലൊക്കെ ആണെങ്കിൽ ഒരു ഫെർട്ടിലൈസറിനെ അബ്സോർബ് ചെയ്യും, അത് സ്റ്റോർ ചെയ്യും, അത് ചെടികൾക്ക് ആവശ്യമുള്ള സമയത്ത് റിട്ടേൺ ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു കഴിവ് അക്വാ സോയിലിനുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന മണലിനില്ല. മണലിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് പ്ലാന്റ്സിനെ ജസ്റ്റ് ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് വയ്ക്കുക, അതായത് ജസ്റ്റ് ഒരു പിടുത്തം, ഒരു വെള്ളം ഫോഴ്സിൽ ഈ പറയുന്ന നദിക്കൂടിയും തോട്ടിക്കൂടി ഒഴുകുമ്പോൾ പൊന്തി പോകാണ്ടിരിക്കാനൊക്കെ ആയിട്ട് വേണ്ടി ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഗ്രിപ്പിന് വേണ്ടി മാത്രമാണ് മണൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വിറ്റാമിൻസോ മിനറൽസോ ഒന്നും അതിൻ്റെ അകത്തില്ല. ജസ്റ്റ് ഒരു ഇനേർട്ട് സബ്ജക്റ്റ് ആണ്. ഇനേർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സോയിൽ, ദാറ്റ്സ് ഇറ്റ്. അതായത് അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു വിറ്റാമിൻസിനൊന്നും ചെടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം അതാണ് വേറൊരു പ്രശ്നം മണലല്ല. പിന്നെ അത് പറയണത് പിന്നെ ഫിൽറ്റേഴ്സ് ഡാമേജ് ആവാൻ ചാൻസസ് ആണ്. ചെറിയ തരിയല്ല, കുറച്ച് കോഴ്സിൽ വെള്ളം ഫിൽറ്റർ വലിച്ചു കഴിഞ്ഞാൽ ഈ മണൽ മുഴുവൻ കയറി ഈ പറയുന്ന ഫിൽറ്ററിൻ്റെ അകത്ത് കയറി ഫിൽറ്ററൊക്കെ ഡാമേജ് ആവാൻ ചാൻസസ് ഉള്ളതാണ്. സ്പോഞ്ചിൻ്റെ അകത്തേക്ക് മണൽ കയറി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലീനിങ്ങിൻ്റെ ഒരു പ്രോസസ്സൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഒരു പ്രശ്നം. പിന്നെ എന്ന് പറയുന്നത് പിന്നെ ഗോൾഡ് ഫിഷൊക്കെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും മണലിടരുതെന്നാണ് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഫിഷ് കഴിക്കുമ്പോൾ ഇത് മറ്റേ എന്താ പറയുക ഈ മണലേക്കും പൊക്കേൻ്റെ അടിയിൽ നിന്നൊക്കെയും ഭക്ഷണം ഉണ്ടോ എന്ന് തപ്പി നോക്കി കഴിക്കുന്ന ഒരു ഫിഷാണ്. അപ്പോൾ ഈ മണലേക്കും അത് തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റൊമക്കേ പോയി അത് അതിൻ്റെ ഇൻഡസ്റ്റൈനിൽ സ്മോൾ ഇൻഡസ്റ്റൈനിലൊക്കെ കയറി അത് മീനുകൾ ചത്തുപോകാൻ, ഗോൾഡ് ഫിഷൊക്കെയാണ് പെട്ടെന്ന് ചത്തുപോകാൻ ചാൻസസ് കൂടുതലാണ്. കാരണം അതൊരു എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു എയർ ബബിൾ പോലത്തെ ഒരു സംഭവമുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി.
അതിനകത്ത് എയർ ഉണ്ടാവും. അപ്പോൾ ആ എയർ വെച്ചിട്ടാണ് ഈ ഗോൾഡ് ഫിഷ് ഈ വെള്ളത്തിൻ്റെ അകത്ത് അതിൻ്റെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ പേര് അസുഖമുണ്ട്, ഒരു ഡിസീസ് ഉണ്ട് ആക്ച്വലി, മറന്നുപോയി ആ ഡിസീസിൻ്റെ പേര്. അപ്പോൾ ആ ഡിസീസ് വരുമ്പോഴാണ് ഈ ഗോൾഡ് ഫിഷ് ഒക്കെ വെള്ളത്തിൻ്റെ മുകളിൽ ബാലൻസ് ഇല്ലാണ്ട് ചത്തിട്ടുണ്ടാവില്ല, പക്ഷെ ബാലൻസ് ഇല്ലാണ്ട് തലങ്ങി വലങ്ങായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. സിംബാർഡർ ഡിസീസ്, അങ്ങനെ എന്താ പറയുക, സിംബാർഡർ ഡിസീസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ മണലൊക്കെ ഇത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ വക അസുഖങ്ങൾ വരാൻ വളരെയധികം ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും അക്വേറിയത്തിൽ മണൽ ഈ ഗോൾഡ് ഫിഷുള്ള അക്വേറിയത്തിൽ മണൽ ഇടാതിരിക്കണമായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താ പറയുക, ഈ മണൽ ഇട്ടിരിക്കുന്ന ഈ ഒരു പോർഷൻ ഭയങ്കര തിക്കായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു 3 മാസം കഴിയുമ്പോഴേക്കും ഭയങ്കര കനായിരിക്കും. അതായത് ഇങ്ങനെ വെള്ളം തുള്ളി പോലും കടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഭയങ്കര തിക്കായിട്ടും. ഭയങ്കര തിക്കാകുമ്പോഴത്തെ പ്രശ്നം ഈ പ്ലാന്റ്സിന്റെ ഈ വേരുകൾക്കൊന്നും കറക്റ്റ് ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് അത്രയും ടൈറ്റ് ആയിട്ടുണ്ടാവും അതിൻ്റെ ഓരോ ഹോൾസും. അതായത് ഈ മണലിലേക്ക് ഇറങ്ങാവുന്ന എന്തെങ്കിലും ഹോൾസ് ഉണ്ടായി അതിനുള്ളിലേക്ക് ഇറങ്ങാനുള്ള ഒരു കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. ഈ ചെടികൾക്ക് ഇങ്ങനെ കുത്തി ഇറക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ, കാരണം അത്രയും തിക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനി ഇറങ്ങിയാൽ തന്നെ അതിൻ്റെ അകത്ത് ഈ അമോണിയയും ഈ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെയും ഒക്കെയും ഈ ബാക്ടീരിയാസൊക്കെ ഉള്ളത് കൊണ്ട് ഇത് റോട്ടാവാൻ, അതായത് മറ്റേ ചെടിയുടെ വേര് ചീഞ്ഞു പോകാൻ ഒരുപാട് ചാൻസസ് വളരെയധികം കൂടുതലാണ് ഈ മണൽ ഉപയോഗിക്കുമ്പോൾ. ഇത് ഞാൻ അക്വാസോയിൽ പ്രൊമോട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല. അക്വാസോയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മണലിൻ്റെ ഉള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അക്വാസോയിൽ ഞാൻ പറഞ്ഞ അൾട്ടിമേറ്റ്, കാരണം അതും നമ്മുടെ നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള ഈ നാച്ചുറലായിട്ടുണ്ടാകുന്ന മണ്ണിൽ നിന്ന് ഉണ്ടാക്കുന്ന കുറച്ച് പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്ന വേറെ ടൈപ്പ് ഒരു മണ്ണാണ്. അതിന് ഇതുപോലെ ഫെർട്ടിലൈസർ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും ഇട്ടാൻ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ മണലിന് ആ ഒരു ഫെസിലിറ്റി ഇല്ല. അപ്പോൾ മണലുകൊണ്ട് അക്വേറിയം ചെയ്യുമ്പോഴത്തുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് മെയിനായിട്ട്. മണലുകൊണ്ട് അക്വേറിയം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക. മണൽ വെച്ച് അക്വേറിയം ചെയ്യുമ്പോൾ നമ്മൾ ചീപ്പായി ചെയ്യണേക്കാളും നല്ലത്, കാരണം നമ്മൾ ചീപ്പായിട്ട് ഉദ്ദേശിച്ച് ചെയ്ത് ഏകദേശം 1 മാസം കഴിയുമ്പോഴേക്കും മീനുകൾ ചത്തു തുടങ്ങുന്നു, ഫുൾ ആൽഗ വന്ന് നടന്നു. ആൽഗ മാത്രം കൊണ്ട് അക്വേറിയത്തിന്റെ ഹോബി ഉപേക്ഷിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ മൊത്തം ആൽഗ വന്ന് പറയുന്നു, അടിവശം മൊത്തം സ്ക്രാച്ചായി. ഇത് പുതിയതായിട്ട് ഒരു അക്വേറിയാണ്, അതിൻ്റെ അടിവശം മൊത്തം ബ്ലാക്ക് കളറായി. നമ്മൾ തന്നെ ഏകദേശം 2-3 മാസം കൊണ്ട് ഫുള്ള് ഈ പറയുന്ന ഈ ഹോബിയെ ഉപേക്ഷിച്ചു പോകും. അതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ വക സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്. പിന്നെ ചില ഡേർട്ട് ടാങ്ക് ചെയ്യാറുണ്ട്. അതായത് ഈ പുറമത്തെ ഈ എന്താ പറയുക, ഈ ഗാർഡനിൽ നിന്ന് എടുത്ത മണ്ണ് ഉപയോഗിച്ച് അതിൻ്റെ അത് അക്വേറിയത്തിലിട്ട് അതിൻ്റെ മേലെ ചെറിയൊരു ലെയർ, അതായത് ഈ ഗാർഡനിലത്തെയും മണ്ണും വെള്ളം തമ്മിൽ മിക്സ് ആവാണ്ടിരിക്കാൻ വേണ്ടി ചെറിയൊരു ലെയർ മണ്ണ് മാത്രം ഇട്ട്, മണൽ മാത്രം ഇട്ട് ഒരു 1.5 ഇഞ്ച് കനത്തിന് മാത്രം മണലിട്ട് ചെയ്യണവരുണ്ട്. അവരും ചെയ്യുന്നത് എങ്ങനെയാ, അതായത് അടിയിൽ ഡർട്ട് കിടക്കുന്നു, അതിന്റെ മേലെ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് കനത്തിൽ ജസ്റ്റ് മണൽ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് മിക്സ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണും ഈ വെള്ളം മിക്സ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മണൽ ഇടുന്നത്. അതിൽ ചെടി വെക്കുന്നത് മണ്ണിലേക്കാണ് ചെടി ഇറങ്ങുന്നത്. അപ്പൊ അവരും ചെയ്യണം അങ്ങനെയാണ്. അത് നമ്മുടെ നാട്ടിലധികം ചെയ്യാറില്ല എന്ന് തോന്നുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ അങ്ങനെ ഡർട്ട് ടാങ്ക് ചെയ്യണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് സാധാ പുഴ മണലിനെ കുറിച്ച് മാത്രമാണ്, അല്ലാണ്ട് നമ്മുടെ അക്വേറിയത്തിൽ നിന്ന് നമുക്ക് വൈറ്റ് കളർ സാൻഡൊക്കെ മേടിക്കാൻ കിട്ടും. ഞാൻ അതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. അത് വേറെ സെപ്പറേറ്റ് കെമിക്കൽ പ്രോസസ് വഴി ചെയ്യുന്ന മണലാണ്. ആ മണലിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലാക്ക് കളർ ഷെയ്ഡൊന്നും വരില്ല കേട്ടോ. അത് വേറെ കെമിക്കൽ, അത് സിലിക്കേറ്റൊക്കെ റിമൂവ് ചെയ്ത് വേറെ കെമിക്കൽ റിയാക്ഷൻ വെച്ച് ചെയ്യുന്ന മണലാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാനൊരു 2 വർഷത്തോളം ആ മണൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. എൻ്റെ അക്വേറിയത്തിൽ നിന്നൊരു കറുത്ത കളറിൽ ഒരു പാട് പോലും വന്നിട്ടില്ല. പക്ഷെ പ്ലാന്റ്സ് ഒന്നും വെക്കാൻ പറ്റില്ല. പ്ലാന്റ്സ് നമുക്ക് നേരിട്ട് സബ്ജക്റ്റ് ആണ് മണല്. അപ്പൊ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പ്ലാന്റ്സ് ഒന്നും വെക്കാൻ പറ്റില്ല. നമുക്ക് പിന്നെ റൂട്ട് ടാബൊക്കെ വെച്ച് ചെയ്യാം. ആ ഒരു കറക്റ്റ് ചെടിയുടെ അടിയിൽ മാത്രം റൂട്ട് ടാബ് വെച്ച് നമുക്ക് ചെടി വളർത്താം. അതായത് മണലിൽ നിന്ന്, അതായത് ഈ മണ്ണിൽ നിന്ന് വിറ്റാമിൻസ് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ചെടികളാണെങ്കിൽ നമുക്ക് ഈ റൂട്ട് ടാബ് വെച്ച് നമുക്ക് ആ മണലിൽ നിന്ന് ഈ അടിയിലുള്ള ഈ റൂട്ട് ടാബിൽ നിന്ന് വിറ്റാമിൻസ് ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്ത് വളർത്തുന്ന ചെടികൾ വളർത്താം. പക്ഷെ നമുക്ക് മേടിക്കുന്ന ചെടികൾ ഇത് വാട്ടർ കോളത്തിൽ നിന്നാണോ ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യുന്നത്, അതോ ഈ മണ്ണിൽ നിന്നാണോ ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളിപ്പോൾ കടയിൽ കയറുന്നു, ചെടികൾ കുറേ കാണുന്നു, നമ്മൾ മേടിക്കുന്നു.
അപ്പോൾ നമുക്ക് അത്രേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന ചെടി ഇന്നതായ പോലെയാണ് വർക്ക് ചെയ്യണതെന്ന്, ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യണമെന്ന് നമ്മൾ ഭൂരിഭാഗം ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മണൽ പൊതുവെ കുറയ്ക്കുകയാണ് നല്ലത്. അത് ചെടിയുടെ ഹെൽത്തിനാണെങ്കിലും അതേപോലെ തന്നെ മീനുകളുടെ ഹെൽത്തിനാണെങ്കിലും പൊതുവെ നല്ല അത് ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. നമുക്ക് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മാസത്തിന് മേലെ മണൽ ഉപയോഗിച്ച് നമുക്കൊരു അക്വേറിയം സക്സസീവായിട്ട് റൺ ചെയ്യാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഭയങ്കര പാടാണ്, നടക്കാണ് കേസുള്ളത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം, ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തോട്ടിൽ ഒരുപാട് ചെടികൾ വളരുന്നുണ്ടല്ലോ, ഞാനെടുത്ത മണലെടുത്ത ആ ഒരു തടാകത്തല്ല നദിയിൽ ഒരുപാട് ചെടികൾ വളരുന്നുണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, ആ മണലെടുക്കുന്ന ആ ഒരു തോട്ടിലും ആ നദിയിലാണെങ്കിൽ പോലും ഭൂരിഭാഗം സ്റ്റെം പ്ലാന്റ്സ് ആയിരിക്കും. സ്റ്റെം പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവറ്റങ്ങള് വെള്ളത്തിൽ നിന്നാണ് ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യുന്നത്, അല്ലാണ്ട് മണലിൽ നിന്നല്ല ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യുന്നത്. ഇവറ്റങ്ങൾ ഭൂരിഭാഗം സ്റ്റെം പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ തോട്ടിക്കൂടെ ഈ നദിയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒലിക്കുമ്പോൾ ആ ഫെർട്ടിലൈസർ എപ്പോഴും റീചാർജ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഒരുപാട് സ്ഥലത്തോട് ഒഴുകി വരുന്നതല്ല. അപ്പോൾ ഫെർട്ടിലൈസർ എപ്പോഴും റീചാർജ് ആയിക്കൊണ്ടിരിക്കും. ആ വെള്ളത്തിൽ നിന്ന് ഈ ഫെർട്ടിലൈസർ ഈ സ്റ്റെം പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. ഇവർ മണൽ ഉപയോഗിക്കുന്നത് ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാനാണ്. അതായത് ഇങ്ങനെ വെള്ളത്തിന്റെ ഒഴുക്കിൽ വേരിൽ നിന്ന് ഇങ്ങനെ പൊന്തി പോകാണ്ടിരിക്കാൻ അത് ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് മണൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മണലിൽ നിന്ന് പ്രത്യേകിച്ച് അബ്സോർപ്ഷൻ ഒന്നും നടക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ താമര, ആമ്പല് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വക ചെടികൾ നമുക്ക് ഒരിക്കലും മണലിൽ വളർത്താൻ പറ്റില്ല. അത് നമ്മുടെ ഈ എന്താ പറയാ ഒരു കുളത്തിലത്തെ ചെളിയിലൊക്കെയാണ് അവറ്റങ്ങൾ വളരാൻ. കാരണം അവരുടെ വേരിൽ നിന്നാണ് ഈ പറഞ്ഞ ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യണം. അവറ്റങ്ങൾക്ക് ചെളി വേണം, ആ ചെളിയിലത്തെ ഫെർട്ടിലൈസർ അവർക്ക് അബ്സോർബ് ചെയ്യുള്ളൂ. അത് ആ ചെടിയിലെടുത്ത് നമ്മൾ നേരിട്ട് പോയി മറ്റേ മണലിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം കൊണ്ട് ആ ആമ്പലോ താമരയോ കേടായി പോകും. അതപ്പോ പക്ഷെ ഒരു സ്റ്റെം പ്ലാന്റ്സ് എടുത്ത് മണലിൽ വെച്ച് നോക്കിയേ, നമ്മൾ അത്യാവശ്യം ഫെർട്ടിലൈസർ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റെം പ്ലാന്റ്സ് വളരും. കാരണം മണൽ ഉപയോഗിക്കുന്നത് ജസ്റ്റ് സ്റ്റിക്ക് ഓണിന് വേണ്ടിയാണ്. വേണമെങ്കിൽ 10% 20% ഫെർട്ടിലൈസർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ അബ്സോർബ് ചെയ്തെന്ന് വരും. അല്ലാണ്ടൊന്നും ചെടി അതിൽ നിന്ന് എടുക്കാൻ വഴിയില്ല. ഇപ്പൊ ഈ ഫിഷിന്റെ വേസ്റ്റ് ആയാലും ഈ പ്ലാന്റ്സ് ഡാമേജ് ആയി അതിന്റെ ഇല വീഴുമ്പോഴും അത് ഒരിക്കലും ഈ മണലിന്റെ അടിയെ പോവില്ല. കാരണം അത്രയും തിക്കായിട്ട് മണൽ എടുക്കുന്നത്. അത് ആ മണലിന്റെ മുകളിൽ ലെയർ ടോപ്പ് ലെയറിൽ കിടന്ന് വെള്ളത്തിൽ പയ്യെ അത് അലിഞ്ഞു ചേർന്ന് ആ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം ഫെർട്ടിലൈസർ തന്നെയാണല്ലോ. അപ്പൊ അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരും. അപ്പൊ അതിന്ന് വെള്ളത്തിൽ മൊത്തം ഫെർട്ടിലൈസറാണ്. അത് ഈ സ്റ്റെം പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും, ആ സ്റ്റെം പ്ലാന്റ്സ് വളരും. സെയിം പ്രോസസ്സ് എങ്ങനെയാണ് അവര് ഈ നദികളിലുള്ള ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യുന്നത്, സെയിം പ്രോസസ്സ്. അപ്പോ അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് ചിലപ്പോ ആ ചെടികൾ വളരുന്നുണ്ട്. പക്ഷെ ആ വളരുന്ന ചെടികൾ മുഴുവൻ ഇങ്ങനത്തെ ടൈപ്പ് ചെടികളാണ്. അല്ലാണ്ട് ഈ മണലിന് വിറ്റാമിൻസ് ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ചെടികളല്ല അത്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കുറേ പേര് അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ പുഴമണൽ വെച്ച് ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഓടുകയായിരിക്കും. പക്ഷെ നമുക്കൊരു ലോങ് ടൈമിലേക്കാണ് നമ്മൾ നോക്കണമെങ്കിൽ ഒരിക്കലും പുഴമണൽ വെച്ച് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നിങ്ങളൊരു സീരിയസ് ആയിട്ടൊരു ഹോബി നിങ്ങളിത് കൊണ്ടു നടക്കണം എന്ന ഉദ്ദേശത്തിലാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും പുഴമണൽ യൂസ് ചെയ്യരുത്. അക്വാസോയിൽ വെച്ച് തന്നെ ചെയ്യുക. ഞാൻ അക്വാസോയിൽ വെച്ചിട്ട് ഇപ്പോൾ 1 വർഷത്തിന് മേലെ ഞാൻ അത് ചെയ്യുന്നു. അതും നമ്മൾ ഒരു അത്രയും ഹൈ ക്വാളിറ്റി അക്വാസോയിലൊന്നുമല്ല, ലോ ക്വാളിറ്റി അക്വാസോയിലാണ്. അപ്പോൾ അത് വെച്ച് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൊണ്ടു നടക്കാം. നമ്മൾ അത്യാവശ്യം ഫെർട്ടിലൈസറും റൂട്ടാബൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അക്വേറിയം നമുക്ക് റൺ ചെയ്തെടുക്കാം. പുഴമണൽ വെച്ച് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചെടികൾക്കും പ്രശ്നമാണ്, അതിൽ എടുക്കുന്ന മീനുകൾക്കും പ്രശ്നമാണ്. പിന്നെ മീനുകളുടെ കണ്ടമാനെണ്ണം കൂടുതലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണലൊക്കെ ഇട്ടിട്ടാണെങ്കിൽ ഭയങ്കര അമോണിയ പോയിസണും ഭയങ്കര ചാൻസസ് കൂടുതലാണ്. അത് ഞാൻ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല കേട്ടോ. അതായത് ചുരുങ്ങിയത് ഇപ്പം എന്താ പറയുക, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ പ്രശ്നം പെട്ടെന്ന് വരാം. ചിലപ്പോൾ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ വരാം. അത് ആ ഇടുന്ന മീനുകളുടെ എണ്ണം, അതിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളുടെ എണ്ണം, ഇതൊക്കെ കുറെ ഡിപ്പെൻസ് ആണ്. എന്തായാലും ഒരു 2-3 മാസത്തിന് മേലെ അതൊരു സ്റ്റേബിൾ അക്വേറിയമായിട്ട് നിൽക്കൂല. കാരണം അക്വേറിയം എന്ന് പറഞ്ഞ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് അത് എത്തിയിരിക്കണം. നൈട്രജൻ സൈക്കിളും അതേപോലെ തന്നെ ബാക്ടീരിയാസും ഫിഷും അതേപോലെ തന്നെ പ്ലാന്റ്സും എല്ലാം കൂടി ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കണം ഡിഫോൾട്ടായിട്ട്. അത് എത്തിയില്ലെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് മൊത്തം ഡാമേജ് ആവും. അപ്പോൾ ഈ അമോണിയ കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു മണൽ അതിനകത്ത് കെടുക്കുന്നിടത്തോളം കാലം അത് ഒരിക്കലും ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തില്ല.
അതിങ്ങനെ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റൈലിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു സുപ്രഭാതത്തിൽ ആകെ ക്രാഷ് ആവുന്നത് അക്വേറിയം. അപ്പോൾ ഇനി സീരിയസ് ആയിട്ട് കാണുന്നവർ എപ്പോഴും സോയിൽ വെച്ച് ചെയ്യുക. ഇനി അല്ലെങ്കിൽ ടേർട്ടിൽ ടാങ്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറയുന്ന പുറമെയുള്ള ആൾക്കാരുടെ വീഡിയോസ് യൂട്യൂബിൽ ഇഷ്ടംപോലെ ഉണ്ട്, അത് നോക്കുക, അത് പ്രകാരം ചെയ്യുക. പിന്നെ മണൽ വെച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മണൽ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് മണൽ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂന്നെങ്കിൽ നിങ്ങൾ ഒരു ചെറിയൊരു കോപ്പയിൽ മണലെടുത്ത് അതിനുള്ളിൽ റൂട്ട് ടാബ് വയ്ക്കുക. റൂട്ട് ടാബ് വെച്ച് അതിൽ പ്ലാന്റ്സ് നടാം. അക്വേറിയത്തിൽ മൊത്തം മണലിടാണ്ട് നോക്കുക. അപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു കോപ്പയിൽ മാത്രമല്ല ആ ഒരു അമോണിയം കണ്ടന്റ് ജനറേറ്റ് ആവുള്ളൂ, അക്വേറിയം മൊത്തം ജനറേറ്റ് ആവുള്ളൂ. അങ്ങനെ 2-3 സ്ഥലത്ത് ചെറിയൊരു കോപ്പയിൽ മാത്രം മണൽ വെച്ച് അങ്ങനെ ചെയ്യാം. പക്ഷെ അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആണ്. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു അക്വേറിയത്തിൻ്റെ ആസ്തെറ്റിക്സിന് നമുക്ക് അക്വേറിയം ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ രസത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അവിടെ മാത്രമായിട്ട് അക്വേറിയത്തിൽ കോപ്പയിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ മാത്രം മണലിരിക്കുമ്പോൾ നമുക്ക് രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി അക്വാസോയിൽ വെച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായമാണ്. അത് കുറേ പേർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഇത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് സ്വീകരിക്കാം, അല്ലാത്തവർ അത് കുഴപ്പമില്ല. ഈ വീഡിയോ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള ടോപ്പിക്സുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും കൂടി ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആവുന്നവരെ ഗുഡ് ബൈ.